ടെറിഡോഫൈറ്റ്സ് ആണ്. ഓക്കെ, ടെറിഡോഫൈറ്റ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരാണ് ഇത് ഫസ്റ്റ് വാസ്കുലർ പ്ലാന്റ്സ് ഉള്ളത് ഏത് ക്ലാസ്സിലാണ്? ടെറിഡോഫൈറ്റ്സിലാണ്. അപ്പോൾ എന്താണ് വാസ്കുലർ പ്ലാന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ സൈലം ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഫ്ലോയം ഉണ്ടായിരിക്കും. സൈലം എന്തിനാ ചോദിച്ചു കഴിഞ്ഞാൽ വാട്ടർ ട്രാൻസ്പോർട്ടേഷനും, ഫ്ലോയം എന്ന് പറഞ്ഞാൽ ഫുഡ് ട്രാൻസ്പോർട്ടേഷനും ആണ്. സൈലം അഥവാ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം റൂട്ടിലാണ് വെള്ളം ഉണ്ടാവുക അല്ലേ. റൂട്ടിൽ നിന്ന് വെള്ളത്തിനെ അബ്സോർബ് ചെയ്യുക, എന്നിട്ട് അത് മറ്റ് പ്ലാന്റ് പാർട്ടിലേക്കൊക്കെ എത്തിക്കണം. അതുപോലെ തന്നെ ഫുഡ് എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ളത് ഷുഗറാണ്. ഷുഗർ ലീഫ് വരെ എത്തിക്കേണ്ട ഫംഗ്ഷൻ ഉണ്ട്, അത് ഫ്ലോയത്തിനാണ്. ഓക്കെ, അപ്പോൾ വാസ്കുലർ പ്ലാന്റ് എന്ന് പറയാൻ കാരണം അവിടെ എന്തൊക്കെയാണ്? ഒന്ന് സൈലമാണ്, രണ്ടാമത് ഫ്ലോയമാണ്. സൈലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടാണ്. ഫ്ലോയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് ട്രാൻസ്ലോക്കേഷന് വേണ്ടിയിട്ടാണ്. ഇത് രണ്ടുമാണ് ഇത് വാസ്കുലർ പ്ലാന്റ്സിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ച ആൽഗീസിന്റെ കേസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ബ്രയോഫൈറ്റ്സിന്റെ കേസ് ആയിക്കോട്ടെ, അവിടെ രണ്ടും എന്തില്ല? വാസ്കുലർ പ്ലാന്റ് ഇല്ല. അപ്പോൾ ആദ്യമായിട്ട് വരുന്ന വാസ്കുലർ പ്ലാന്റ്സ് എവിടെയാ ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ഇൻ ക്ലാസ് ടെറിഡോഫൈറ്റ്സ്. അടുത്തത് ബോഡി ഇസ് ഡിഫറൻഷിയേറ്റഡ്. ബോഡി വെൽ ഡിഫറൻഷിയേറ്റഡ് ആണ്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു ബ്രയോഫൈറ്റ്സിന്റെ കേസിൽ, അതായത് സ്റ്റെം ലൈക്ക്, റൂട്ട് ലൈക്ക് എന്നൊക്കെ, ലീഫ് ലൈക്ക് എന്നൊക്കെ, അതായത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ലീഫോ സ്റ്റെമ്മോ റൂട്ടോ ആർക്കില്ല, ആൽഗേസിലും ഇല്ല, അതുപോലെ തന്നെ ബ്രയോഫൈറ്റ്സിലും ഇല്ല. ആദ്യമായിട്ടൊരു ഡിഫറൻഷിയേറ്റഡ് ബോഡി ഉള്ളത് എവിടെയാണ്? ടെറിഡോഫൈറ്റ്സിനാണ്. അതായത് അവർക്ക് എന്തുണ്ടായിരിക്കും? ഒരു സ്റ്റെം ഉണ്ടായിരിക്കും, റൂട്ട് ഉണ്ടായിരിക്കും ആൻഡ് ലീഫ്. ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെമ്മും റൂട്ടും ലീഫും ആർക്കുണ്ട്? ടെറിഡോഫൈറ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സിലുണ്ട്. നെക്സ്റ്റ് സ്പോറോഫിൽ ലീഫ്. ഓക്കെ, സ്പോറോഫിൽ ലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഫിൽ സ്പോറുള്ള കണ്ടീഷനാണ് എന്തെന്ന് പറയുക? സ്പോറോഫിൽ ലീഫ്. ഓക്കെ, അപ്പോൾ ഇതാണ് ലീഫ് എന്നുണ്ടെങ്കിൽ അതിൽ കുറേ സ്പോറുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, ലീഫിലുള്ള സ്പോർ ഉണ്ട്, അതുകൊണ്ടാണ് എന്തെന്ന് പറയുന്നത് സ്പോറോഫിൽ ലീഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്പോറോഫിൽ ലീഫ് എന്ന് പറയുന്നത് ടെറിഡോഫൈറ്റ്സിന്റെ ഒരു പെക്യുലർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അടുത്തത് സെലാജിനെല്ല ആൻഡ് സാൽവിനിയ. സെലാജിനെല്ല ആൻഡ് ഇക്വിസേറ്റം. ഓക്കെ, സെലാജിനെല്ല ഇക്വിസേറ്റം ഇവർക്ക് രണ്ടിലേക്കും വരുന്ന ഒരു പ്രത്യേകത എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കുറച്ച് സ്പോറോഫിൽ ലീഫുകൾ അഗ്രിഗേറ്റ് ചെയ്യും, അഥവാ കുറേ സ്പോറോഫിൽ ലീഫ് കൂടി ചേർന്നിട്ട് അവരൊരു കോൺ പോലെ സ്ട്രക്ചർ ഉണ്ടാവും. അതിനാണ് അവർ എന്തെന്ന് വിളിക്കുന്നത്? കോൺ അഥവാ സ്ട്രോബെല്ല. അതായത് സെലാജിനെല്ലയും ഇക്വിസേറ്റം ഇവ രണ്ടു പേരിലും ഇതുപോലെ സ്പോറോഫിൽ ലീഫുകൾ അഗ്രിഗേറ്റ് ചെയ്യും, അല്ലെങ്കിൽ കൂടിച്ചേരും. അങ്ങനെ കൂടിച്ചേർന്നിട്ട് ഒരു കോൺ അല്ലെങ്കിൽ ഒരു സ്ട്രോബെല്ലയായി മാറുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റെം ഇസ് റെഡ്യൂസ്ഡ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ. ഓക്കെ, അവരിലുള്ള സ്റ്റെം, അതായത് ടെറിഡോഫൈറ്റ്സിലുള്ള സ്റ്റെം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റെഡ്യൂസ്ഡ് ആയിരിക്കും. പോരാത്തതിന് ഇതാണ് ഗ്രൗണ്ട് എന്നുണ്ടെങ്കിൽ ഗ്രൗണ്ട് ലെവലിന് താഴെയാണ് ആരുണ്ടാവുക? സ്റ്റെം ഉണ്ടാവുക. ഓക്കെ, ഗ്രൗണ്ടിന് താഴെയുള്ള സ്റ്റെമ്മിനാണ് എന്തെന്ന് പറയുക? അണ്ടർഗ്രൗണ്ട് സ്റ്റെം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ അണ്ടർഗ്രൗണ്ട് സ്റ്റെം ആയിരിക്കും ആർക്കുണ്ടാവുക? ടെറിഡോഫൈറ്റ്സിന് ഉണ്ടാവുക. അതിന് ടെറിഡോഫൈറ്റിക് സ്റ്റെമ്മിനെ പറയുന്ന പേരാണ് ഇത് റൈസോം. റൈസോം എന്നാണ് ഇതുപോലെയുള്ള റെഡ്യൂസ്ഡ് ആയിട്ടുള്ള അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിനെ ടെറിഡോഫൈറ്റ്സിൽ പറയുന്നത് റൈസോം എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബേസിക്സ് ആയിട്ട് ടെറിഡോഫൈറ്റ്സ് പഠിക്കാറുള്ളത്. ഫസ്റ്റ് വൺ വാസ്കുലർ പ്ലാന്റ് ആണ്. അതായത് അവർക്ക് സൈലം ഉണ്ടായിരിക്കും, ഫ്ലോയം ഉണ്ടായിരിക്കും. സൈലത്തിൽ വാട്ടർ ട്രാൻസ്പോർട്ടേഷനും ഫ്ലോയത്തിൽ ഫുഡ് ട്രാൻസ്ലോക്കേഷനും ആണ്. നെക്സ്റ്റ് വെൽ ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ് ബോഡിയാണ്. അവർക്ക് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള റൂട്ടും സ്റ്റെമും ലീഫും ഉണ്ട്. അടുത്തത് സ്പോറോഫിൽ ലീഫ് എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ ലീഫിൽ സ്പോറുള്ള കണ്ടീഷനാണ് ഇത് സ്പോറോഫിൽ ലീഫ്. പിന്നെ സെലാജിനെല്ല ആൻഡ് ഇക്വിസേറ്റം ഈ രണ്ട് പ്ലാന്റ് ടെറിഡോഫൈറ്റ്സിൽ വരുന്നതാണ്. അവരിലുള്ള ഒരു പെക്യുലർ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്? സ്പോറോഫിൽ ലീഫുകളൊക്കെ അഗ്രിഗേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കൂട്ടം ചേർന്നിട്ട് കോൺ അല്ലെങ്കിൽ സ്ട്രോബില എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവരുടെ സ്റ്റെം എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് ആയിരിക്കും, അണ്ടർഗ്രൗണ്ട് ആവും. അതായത് ഗ്രൗണ്ടിന് താഴെ ആയിരിക്കും സ്റ്റെം ഉണ്ടാവുക. അതിന് ടെറിഡോഫൈറ്റ്സിൽ പറയുന്ന വേറൊരു പേരാണ് എന്ത്? റൈസോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് എന്തുള്ളത് ടെറിഡോഫൈറ്റ്സിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് പറയാൻ പോകുന്ന ലൈഫ് സൈക്കിൾ ആണ്. ലൈഫ് സൈക്കിൾ ഓഫ് ടെറിഡോഫൈറ്റ്സ്. അതിൽ ഫസ്റ്റ് തന്നെ ഒരു പ്ലാന്റ് ബോഡി ഉണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞു ടെറിഡോഫൈറ്റ്സിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് സ്റ്റെമ്മിൽ അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ ആണെന്ന് പറഞ്ഞാൽ അല്ലേ? അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ ആണ്. അത് മാത്രമല്ല അത് റെഡ്യൂസ്ഡ് ആയിരിക്കും. അതിനെ പറയുന്ന പേരാണ് എന്ത്? റൈസോം. റൈസോം. അപ്പോൾ നമ്മളൊരു ടെറിഡോഫൈറ്റിക് പ്ലാന്റ് എടുക്കുകയാണ്. ഇതാണ് ഒരു ടെറിഡോഫൈറ്റിക് പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പോറോഫൈറ്റിക് ആണ്, ഫോട്ടോസിന്തറ്റിക് ആണ്. നമുക്കറിയാം ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ഫുഡ് അത് തന്നെ പ്രിപ്പയർ ചെയ്തോളൂ അല്ലേ? അപ്പോൾ അതെന്താണ്? ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ ഫോട്ടോസിന്തറ്റിക് ആണ്, ഇൻഡിപെൻഡൻ്റ് ആണ്. സ്പോറോഫൈറ്റിക് കണ്ടീഷൻ അഥവാ 2N ആണ് ആര് കാണിക്കുന്നത്? ടെറിഡോഫൈറ്റിക് പ്ലാന്റ് കാണിക്കുന്നത്.
ഈ പ്ലാന്റിൽ നിന്നാണ് അതിന്റെ ലീഫ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു നേരത്തെ സ്പോറുള്ള ലീഫാണ്, അതുകൊണ്ട് സ്പോറോഫിൽ ലീഫ് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു സ്പോറോഫിൽ ലീഫ് എടുത്തു കഴിഞ്ഞാൽ അതിൽ റെഡ് കളർ റൗണ്ട് എന്ന് പറയുന്നത് സ്പൊറാഞ്ചിയമാണ്. ഈ സ്പൊറാഞ്ചിയത്തിന്റെ ഉള്ളിലാണ് എന്തുള്ളത്, സ്പോർ ഉള്ളത്. സ്പോർ മിയോസിസ് സംഭവിച്ചിട്ട് 2n ഉള്ളത് എന്തായി മാറാണ്, n ആയി മാറാണ്, അഥവാ ഹാപ്ലോയിഡ് ആയിട്ട് മാറാണ് ചെയ്യുന്നത്. പിന്നെ ഈ സ്പോർ ഗ്രൗണ്ടിലെത്തും അല്ലെ, മണ്ണിലെത്തും, സോയിലെത്തും. ആര്, ഈ പറഞ്ഞ ഹാപ്ലോയിഡ് സ്പോറുകളൊക്കെ മണ്ണിലെത്തും. അങ്ങനെ മണ്ണിലെത്തി കഴിഞ്ഞാൽ ഒരു ഹാർട്ട് ഷേപ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാവുകയാണ്. ആ ഹാർട്ട് ഷേപ്ഡ് സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് പ്രോതാലസ്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രോതാലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്രോതാലസും എന്തുപോലെ തന്നെയാണ്, പ്ലാന്റ് ബോഡി പറഞ്ഞ പോലെ തന്നെ ഫോട്ടോസിന്തറ്റിക് ആണ്, ഇൻഡിപെൻഡന്റ് ആണ്, അതുപോലെ തന്നെ ഗെമറ്റോഫൈറ്റിക് ആണ്. ഇവർ എന്തുകൊണ്ടാണ് ഗെമറ്റോഫൈറ്റിക് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രോതാലസിൽ എന്തുണ്ടാവും, മെയിൽ ഗാമേറ്റും അതുപോലെ ഫീമെയിൽ ഗാമേറ്റും. അതിലെ മെയിൽ സ്ട്രക്ചറിനെ പറയുന്ന പേരാണിത്, മെയിൽ സ്ട്രക്ചർ ആന്ത്രീഡിയ. ഓക്കെ, മെയിൽ സ്ട്രക്ചറിനെയാണ് എന്തെന്ന് പറയുക, ആന്ത്രീഡിയ എന്ന് പറയുന്നത്. ഫീമെയിൽ സ്ട്രക്ചറിനെയാണ് എന്തെന്ന് പറയുന്നത്, ആർക്കിഗോണിയ. ആർക്കിഗോണിയ. അതിൽ ആന്ത്രോയിഡ് എന്ന് പറയുന്ന മെയിൽ സ്ട്രക്ചറും ഉണ്ട്, അതുപോലെ തന്നെ ആർക്കിഗോണിയ എന്ന് പറയുന്ന ഫീമെയിൽ സ്ട്രക്ചറും ഉണ്ട്. എന്തില്, ഹാർട്ട് ഷേപ്ഡ് ആയിട്ടുള്ള പ്രോതാലസിൽ. അതിൽ മെയിൽ ഗാമേറ്റ് ആയിട്ടുള്ള ആന്ത്രീഡിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗാമേറ്റ് എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ആന്ത്രോസോയിഡ്. ആന്ത്രോസോയിഡ്. ഓക്കെ, ആർക്കിഗോണിയ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എഗ് ആണ്. ഓക്കെ, അപ്പോൾ ആന്ത്രീഡിയ എന്ന് പറയുന്ന മെയിൽ ഗാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആന്ത്രോസോയിഡും, അതുപോലെ ആർക്കിഗോണിയ എന്ന് പറയുന്ന ഫീമെയിൽ സ്ട്രക്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എഗ്ഗുമാണ്. ഇത് വെള്ളത്തിലൂടെയാണ് എന്ത് ചെയ്യുക, ആന്ത്രീഡിയം അഥവാ ആന്ത്രോസോയിഡ്, മെയിൽ ഗാമേറ്റ് ആയിട്ടുള്ള ആന്ത്രോസോയിഡ് വെള്ളത്തിലൂടെ, അതായത് വാട്ടറിലൂടെയാണ് എവിടെ എത്തുന്നത്, ഫീമെയിൽ ഗാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എഗ് എത്തുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും, ഇവിടെ ഫ്യൂഷൻ ആണ് നടക്കുന്നത്, ഗാമസ് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ സംഭവിക്കും. എന്നിട്ട് നമുക്ക് കിട്ടുന്നതാണ് എന്ത്, സൈഗോട്ട്. ഈ പറഞ്ഞ സൈഗോട്ട് എന്തായിരിക്കും, 2n അഥവാ ഡിപ്ലോയിഡ് കണ്ടീഷൻ ആയിരിക്കും ഈ പറഞ്ഞിട്ടുള്ള പ്രോതാലസ് നമുക്ക് കിട്ടും. ഈ പ്രോതാലസ് എന്നിട്ടൊരു എംബ്രിയോ ആകും അല്ലേ. ഈ ഒരു സൈഗോട്ട് നമുക്ക് കിട്ടി, 2n ഉള്ള സൈഗോട്ട് കിട്ടി. ഈ കിട്ടിയിരിക്കുന്ന സൈഗോട്ട് എന്താവാണ് ചെയ്യുന്നത്, ഒരു എംബ്രിയോ ആവുകയാണ് ചെയ്യുന്നത്. അവിടെ മൈറ്റോസിസ് തന്നെയാണ് സംഭവിക്കുന്നത്. കാരണം സൈഗോട്ട് 2n ആണ്, പിന്നീട് ഫോം ചെയ്ത എംബ്രിയോയും 2n ആണ്. അവിടെ ഒരു വ്യത്യാസം വന്നിട്ടില്ല. സോ അവിടെ എന്താ സംഭവിക്കുന്നത്, മൈറ്റോസിസ് തന്നെയാണ് സംഭവിക്കുന്നത്. ഉണ്ടായിരിക്കുന്ന എംബ്രിയോ പിന്നീട് മണ്ണിൽ വെച്ചിട്ട് വളരും, അങ്ങനെ അത് ചെടിയായി മാറാണ് ചെയ്യുന്നത്, അഥവാ ടെറിഡോഫൈറ്റിക് പ്ലാന്റ് ആയിട്ട് മാറാണ് ചെയ്യുന്നത്. വിത്ത് റൈസോം സ്ട്രക്ചറൊക്കെ ഉള്ള ഒരു ടെറിഡോഫൈറ്റിക് പ്ലാന്റ് ആവാണ് ചെയ്യുന്നത്. അതായത് ഒന്നുമില്ല, ഒരു റൈസോം ഉള്ള ഒരു ടെറിഡോഫൈറ്റിക് പ്ലാന്റ്, അതിൻ്റെ ലീഫ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്പോറോഫിൽ ലീഫാണ്. അതിൽ സ്പൊറാഞ്ചിയത്തിൻ്റെ ഉള്ളിലാണ് എന്ത്, സ്പോർ ഉള്ളത്. ആ സ്പോർ ഉണ്ടാവുന്നത് മിയോസിസിലൂടെയാണ്. അപ്പം അത് n ആകും, അഥവാ ഹാപ്ലോയിഡ് ആവും. ആ സ്പോർ സോയിലെത്തുമ്പോൾ ഹാർട്ട് ഷേപ്ഡ് ആയിട്ടുള്ള പ്രോതാലസ് ഉണ്ടാവും. ഈ പ്രോതാലസ് ഗെമറ്റോഫൈറ്റിക് ആണ്. കാരണം എന്താ, അവിടെ മെയിൽ ഗാമേറ്റ് ആയിട്ടുള്ള ആന്ത്രോസോയിഡ് ഉണ്ടാവുന്നുണ്ട്, ഫീമെയിൽ ഗാമേറ്റ് ആയിട്ടുള്ള എഗ്ഗും ഉണ്ട്. ഈ ആന്ത്രോസോയിഡ് വാട്ടറിലൂടെയാണ് എന്ത്, എഗ്ഗിനെ മീറ്റ് ചെയ്യുന്നത്. അങ്ങനെ എന്തുണ്ടാവും, സൈഗോട്ട് 2n ഉണ്ടായിരിക്കും. ഈ സൈഗോട്ടിന് മൈറ്റോസിസ് സംഭവിച്ചിട്ടാണ് എന്തുണ്ടാകുന്നത്, എംബ്രിയോ, അതും 2n ആണ്. പിന്നെ ഡയറക്റ്റ് ആയിട്ട് എങ്ങോട്ടാണ് പോകുന്നത്, തിരിച്ച് വേറൊരു പ്ലാന്റ് ആവുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇതാണ് മൊത്തത്തിൽ എന്ത്, ടെറിഡോഫൈറ്റിക് ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊരു ഹാപ്ലോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ആണ്. ഓക്കെ, ഹാപ്ലോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ആണ് ഇതിൻ്റെത്. ടെറിഡോഫൈറ്റിക് പ്ലാന്റ്സിന്റെ ഹാപ്ലോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ആണ്. കാരണം ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ എന്താണ്, ഡിപ്ലോയിഡ് ആണ്, ഇവിടെ ഡിപ്ലോയിഡ് ആണ്, ഇവിടെ ഹാപ്ലോയിഡ് ആണ്, ഇവിടെ എന്താണ്, ഹാപ്ലോയിഡ് ആണ്, ഇവിടെ ഡിപ്ലോയിഡ് ആണ്, ഇവിടെയും ഡിപ്ലോയിഡ് ആണ്. സോ ഹാപ്ലോയിഡ് കണ്ടീഷനും ഉണ്ട്, ഈക്വൽ ആയിട്ട് ഡിപ്ലോയിഡ് കണ്ടീഷനും ഉണ്ട്. അതുകൊണ്ട് ഇത് എന്ത് ടൈപ്പ് ഓഫ് ലൈഫ് സൈക്കിൾ ആണ്, ഹാപ്ലോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ആണ് ടെറിഡോഫൈറ്റ്സ് ഫോളോ ചെയ്യുന്നത്. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ജിംനോസ്പെർമിനെ കുറിച്ചിട്ട്. ഓക്കെ, ജിംനോസ്പെർമിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നേക്കഡ് സീഡഡ് പ്ലാന്റ് ബിക്കോസ് ഫ്രൂട്ട് ഈസ് ആബ്സെന്റ്. ഓക്കെ, ഇവരുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇവരുടെ സീഡ് എന്ന് പറഞ്ഞാൽ നേക്കഡ് ആണ്. ഓക്കെ, നമുക്കത് അങ്ങനെ കാണാൻ പറ്റും. സീഡിനെ കവർ ചെയ്തിട്ട് ഒരു കോട്ടിങ്ങും ഒന്നുമില്ല. അതായത് അവിടെ ഫ്രൂട്ട് ഇല്ലാത്തത് കൊണ്ടാണ്. നമുക്കറിയാം ഫ്രൂട്ടിൻ്റെ ഉള്ളിലായിട്ട് സീഡ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഫ്രൂട്ട്
സീഡ് നേക്കഡ് ആവുന്ന അഥവാ നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് എന്താണ് നേക്കഡ് സീഡ് പ്ലാന്റ് ബിക്കോസ് ഫ്രൂട്ട് ഈസ് ആബ്സെന്റ്. ജിംനോസ്പേമില് ഫ്രൂട്ട് ആബ്സെന്റ് ആണ്, അപ്പൊ ഫ്രൂട്ട് ഇല്ല, അതുകൊണ്ട് തന്നെ എന്താണ് സീഡ് നേക്കഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് യൂഷ്വലി ട്രീസ് ഫ്യൂ shrubs ആൻഡ് ക്ലൈംബേഴ്സ്. അതായത് ജിംനോസ്പേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെജോറിറ്റി നോക്കിക്കഴിഞ്ഞിട്ടുള്ള ജിംനോസ്പേംസ് ഒക്കെ എന്തായിരിക്കും ട്രീസ് ആയിരിക്കും, ഓക്കെ മരങ്ങളായിരിക്കും ഉണ്ടാവുക. പക്ഷെ കുറച്ച് കാര്യങ്ങളൊക്കെ അതായത് കുറച്ച് പ്ലാന്റ്സ് എന്ന് പറയുന്നത് shrubs ആകാം, ചിലപ്പോൾ ക്ലൈംബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ ഒരു മരമാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇങ്ങനെ ക്ലൈംബ് ചെയ്ത് പോകുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ക്ലൈംബേഴ്സ്. അങ്ങനത്തെ ക്ലൈംബേഴ്സ് ആയിട്ടുള്ള പ്ലാന്റും ഇതിലുണ്ട്, ജിംനോസ്പേമിലുണ്ട്. പക്ഷെ മെജോറിറ്റി നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ട്രീസ് തന്നെ ആയിരിക്കും ജിംനോസ്പേമിൽ ഉണ്ടാവുന്നത്. നെക്സ്റ്റ് റൂട്ട് സ്റ്റെം ലീഫ്. ഒരു വെൽ ഓർഗനൈസ്ഡും വെൽ ഡിഫറൻഷിയേറ്റഡുമായിട്ടുള്ള റൂട്ടും സ്റ്റെമും ലീഫും ആയിട്ടുണ്ട് ജിംനോസ്പേമിൽ പ്രസന്റ് ആണ്. പ്ലാന്റ് ബോഡി സ്പോറോഫൈറ്റിക്. ഓക്കെ, സ്പോറോഫൈറ്റിക് ആണ് പ്ലാന്റ് ബോഡി എന്ന് പറഞ്ഞാൽ. ഓക്കെ, സ്പോറോഫൈറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ് 2n കണ്ടീഷൻ, ഡിപ്ലോയിഡ് കണ്ടീഷൻ ആണ് ആർക്കുള്ളത് ഈ പറഞ്ഞ ജിംനോസ്പേമിന്റെ പ്ലാന്റിലുള്ളത്. നെക്സ്റ്റ് പൈനസ് ഫോംസ് മൈക്കോറൈസ. മൈക്കോറൈസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിനോമിനൻ എന്താ നമുക്ക് കഴിഞ്ഞാൽ മൈക്കോറൈസ എന്ന് പറഞ്ഞ ഒന്നുമില്ല, ഫംഗസ് പ്ലസ് റൂട്ട്സ് ഓഫ് പൈനസ്. ഫംഗസ് പ്ലസ് റൂട്ട്സ് ഓഫ് പൈനസ്. ഓക്കെ, അപ്പൊ പൈനസ് എന്ന് പറയുന്നത് എന്താണ് ഒരു ട്രീ ആണ്. ഓക്കെ, പൈനസ് എന്ന് പറയുന്നത് ജിംനോസ്പേമിൽ വരുന്ന ഒരു ട്രീ ആണ്. ഈ ട്രീ അഥവാ പൈനസിന്റെ റൂട്ടില് എന്തുണ്ടായിരിക്കും ഫംഗസ് അസോസിയേറ്റ് ചെയ്യും. അതായത് ഫംഗസ് എന്ത് ചെയ്യും ഈ പറഞ്ഞിട്ടുള്ള പൈനസ് എന്ന് പറയുന്ന ജിംനോസ്പേമിന്റെ റൂട്ടില് അസോസിയേഷൻ ഫോം ചെയ്യും. അതിനാണ് എന്തെന്ന് പറയുന്നത് മൈക്കോറൈസ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. മൈക്കോറൈസ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോറലോയിഡ് റൂട്ട്. കോറലോയിഡ് റൂട്ട് എങ്ങനെ ഫോം ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സൈക്കസ് എന്താണ് ഈ നേരത്തെ പറഞ്ഞ പൈനസ് എന്താണ് ഒരു ജിംനോസ്പേം ആണ്, അതുപോലത്തെ ഒരു ട്രീ ആണ് ഇത് സൈക്കസ് എന്ന് പറയുന്നത്. ഈ സൈക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ട്രീയുടെ റൂട്ടിൽ ആരുണ്ടായിരിക്കും ഈ മൊണീറയിലൊക്കെ വരുന്ന ഓക്കെ കിങ്ഡം മൊണീറയിലൊക്കെ വരുന്ന സൈനോബാക്ടീരിയ അഥവാ ബ്ലൂ ഗ്രീൻ ആൽഗി. അതിൽ വരുന്നതാണ് ആരൊക്കെ നോസ്റ്റോക്ക്, അനബീന ഇതുപോലെയുള്ള എക്സാമ്പിൾസ് ഒക്കെ. ഇവരൊക്കെ എവിടെ കാണാൻ പറ്റും സൈക്കസ് എന്ന് പറയുന്ന ഒരു ജിംനോസ്പേമിന്റെ ട്രീയിലാണ് ആരെ കാണുന്നത് ഈ പറഞ്ഞ നോസ്റ്റോക്ക്, അനബീന പോലെയുള്ള ബ്ലൂ ഗ്രീൻ ആൽഗി അഥവാ സൈനോബാക്ടീരിയ. ഇത് അവരുടെ റൂട്ടിലാണ് കാണാം. അതിനെയാണ് എന്തെന്ന് പറയുന്നത് കോറലോയിഡ് റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, കോറലോയിഡ് റൂട്ട് എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൈക്കോറൈസ ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ കോറലോയിഡ് റൂട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പഠിക്കാനുള്ള ഒരു ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കസ് ആണോ പൈനസ് ആണോ കോറലോയിഡ് റൂട്ട് ഫോം ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സൈക്കസിൽ സി ഉണ്ടല്ലേ, ഫസ്റ്റ് ലെറ്റർ സി ആണ്. സോ കോറലോയിഡ് റൂട്ട് എന്ന് പറയുന്നത് എന്താണ് സി ആണ്. നെക്സ്റ്റ് അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് പറയുന്നത് നമുക്ക് പൈനസിലാണ് മൈക്കോറൈസ ഫോം ചെയ്യുന്നത്. അടുത്തത് ലീവ്സ് ആർ വെൽ അഡാപ്റ്റഡ്. ഇവരുടെ ലീവ്സ് വളരെ നല്ല രീതിയിൽ ഉള്ള അഡാപ്റ്റേഷൻ ആണ് ഫോളോ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ടെമ്പറേച്ചർ അങ്ങനെയുള്ള സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കണ്ടീഷൻസിലൊക്കെ എന്താ ഉണ്ടാവുക ഈ പറഞ്ഞിട്ടുള്ള ജിംനോസ്പേം ആയിട്ടുള്ള ട്രീസിനൊന്നും ഒരു പ്രശ്നം പറ്റാതിരിക്കാൻ ഒരു വെൽ അറേഞ്ച്ഡും വെൽ അഡാപ്റ്റഡും ആയിട്ടുള്ള ലീവ്സ് ഉണ്ട്, നല്ല ഇലകളാണ് ആർക്കുള്ളത് ജിംനോസ്പേം എന്ന് പറയുന്ന കിങ്ഡം അല്ല ക്ലാസ്സിലൊക്കെ ഉള്ളത്. നെക്സ്റ്റ് അടുത്തത് ഹെട്രോസ്പോറസ് ആണ്. ഹെട്രോസ്പോറി, ഹെട്രോ എന്ന് പറഞ്ഞാൽ എന്താണ് ഡിഫറെന്റ് എന്നാണ്. ഹെട്രോ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് എന്നാണ് മീനിങ്. അപ്പോൾ ഡിഫറെന്റ് സ്പോറുകൾ ഉണ്ട്. അഥവാ ഈ പറഞ്ഞ ജിംനോസ്പേം എന്ന് പറയുന്ന ക്ലാസ്സിൽ ഹെട്രോസ്പോറസ് കണ്ടീഷൻ കാണിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പോർസ് ഉണ്ട്. ഏതൊക്കെയാണുള്ളത് മൈക്രോസ്പോറും ഉണ്ട്, മെഗാസ്പോറും ഉണ്ട്. ഓക്കെ, മൈക്രോസ്പോറും അതുപോലെ തന്നെ മെഗാസ്പോറും ഇവർ രണ്ടുപേരും എന്താണ് ഹാപ്ലോയിഡ് ആണ് അഥവാ എൻ നമ്പർ ആണ്. ഓക്കെ, എൻ നമ്പർ അല്ലെങ്കിൽ ഹാപ്ലോയിഡ് ആണ് ആര് മൈക്രോസ്പോറും അതുപോലെ തന്നെ മെഗാസ്പോറും. ഈ പറഞ്ഞുള്ള മൈക്രോസ്പോറും മെഗാസ്പോറും എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവര് സ്പൊറാൻജിയത്തിലാണ് ഉണ്ടാവുക. ഓക്കെ, സ്പൊറാൻജിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രക്ചറിന്റെ ഉള്ളിലാണ് ആരുണ്ടാവുന്നത് മൈക്രോസ്പോറും അതുപോലെ തന്നെ ഹാപ്ലോയിഡ് മെഗാസ്പോറും. ഈ പറഞ്ഞിട്ടുള്ള സ്പൊറാൻജിയം എവിടെയാണുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എൻ സ്പോറോഫിൽ. നമുക്കറിയാം സ്പോറോഫിൽ ഇതാണ് ഒരു ലീഫ് എന്നുണ്ടെങ്കിൽ അതില് ഇതായിരിക്കും എന്ത് ഇതാണ് സ്പോറോഫിൽ ലീഫ്. ഓക്കെ, സ്പോറോഫിൽ ലീഫ് ഇതാണ്. അതിലുള്ള ഈ ഒരു സ്പോറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സ്പൊറാൻജിയം എന്ന് പറയുന്നത്. ഈ ഒരു സ്പൊറാൻജിയത്തിന്റെ ഉള്ളില്
ആണ് എന്തുണ്ടാവുക, മൈക്രോസ്പോർ ഉണ്ടാവുക, അതുപോലെ തന്നെ മെഗാസ്പോർ ഉണ്ടാവുക. ഇനി പറഞ്ഞിട്ടുള്ള കുറെ ലീഫ് അഥവാ സ്പോറോഫിൽ ലീഫുകൾ എന്താകും, കുറെ സ്പൈറലി അറേഞ്ച് ചെയ്യും. ഓക്കെ, നമുക്കറിയാലോ സ്പൈറൽ എന്ന് പറഞ്ഞ ഈ ഒരു സ്ട്രക്ചർ ആണ്. അപ്പൊ സ്പൈറലി അറേഞ്ച് ചെയ്യുന്ന സ്ട്രക്ചർ ആണ് എന്ത്, കോൺ എന്നോ അല്ലെങ്കിൽ സ്ട്രോബില എന്നോ പറയുന്നത്. അപ്പൊ ഇത്രയും എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ജിംനോസ്പെർമിനെ കുറിച്ചിട്ടാണ്. നേക്കഡ് ആയിട്ട് സീഡ് ആയിരിക്കും, അതായത് ജിംനോസ്പെർമില് ഒരു ഫ്രൂട്ട് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ സീഡ് നേക്കഡ് ആണ്. അതുപോലെ തന്നെ ട്രീസ് ആയിട്ടാണ് ഫോം ചെയ്യുക. ഏറ്റവും കൂടുതൽ മെജോറിറ്റി ട്രീസ് ആണ് ഇതിലുണ്ടാവുക ജിംനോസ്പെർമില്. പക്ഷെ ചില കണ്ടീഷൻസിൽ എന്തുണ്ടാവാറുണ്ട്, ഷ്രബ്സ് ഉണ്ടാവാറുണ്ട്, ക്ലൈംബേഴ്സ് ഉണ്ടാവാറുണ്ട്. പിന്നെ ഒരു വെൽ ഡെഫിനിറ്റ് അതുപോലെ തന്നെ വെൽ ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള ഒരു റൂട്ടും സ്റ്റെമും ലീഫും ആയിട്ടുണ്ട് ജിംനോസ്പെർമിനുണ്ട്. പ്ലാന്റ് ബോഡി സ്പോറോഫൈറ്റിക് അഥവാ 2N കണ്ടീഷനിലാണ് കണ്ടുവരുന്നത്. ഇവരിൽ മൈക്രോറൈസിംഗ് കൊറലോയിഡ് റൂട്ടും കാണിക്കാറുണ്ട്. മൈക്രോറൈസ എന്ന് പറഞ്ഞാൽ പൈനസ് എന്ന് പറയുന്ന ജിംനോസ്പെർമിന്റെ റൂട്ടിൽ ഫംഗസ് വരുമ്പോഴുള്ള അസോസിയേഷൻ ആണ് എന്തെന്ന് പറയുന്നത് മൈക്രോറൈസ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്തത് കൊറലോയിഡ് റൂട്ട് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ സൈക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ജിംനോസ്പെർം ഉണ്ട്. അതിന്റെ റൂട്ടിൽ കാണുന്ന സൈനോബാക്ടീരിയ അഥവാ ബ്ലൂ ഗ്രീൻ ആൽഗി, അതിന് എക്സാമ്പിൾ ആണ് നോസ്റ്റോകാനമീന. ഇവരുടെ അസോസിയേഷൻ ആണ് എന്തെന്ന് പറയുന്നത് കൊറലോയിഡ് റൂട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലീവ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരെല്ലാവിധ സ്ട്രെസ്ഫുൾ കണ്ടീഷനും തരണം ചെയ്യാനായിട്ട് നല്ല വെൽ അഡാപ്റ്റഡ് ആയിട്ടുള്ള ലീവ്സ് ആയിരിക്കും ഉണ്ടാവും. അപ്പൊ ഏതൊരു ടെമ്പറേച്ചറും വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഹെട്രോസ്പോറസ് കണ്ടീഷൻ ആണ് ആര് കാണിക്കുന്നത്, ജിംനോസ്പെർം. ഓക്കെ, ഹെട്രോ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആണ്, സ്പോർസ് ആണ്. അപ്പൊ ഡിഫറെന്റ് സ്പോർസ് ഉണ്ട്. ഏതൊക്കെയാണ്, മൈക്രോസ്പോർ, ഹാപ്ലോയിഡ് ആയിട്ടുള്ള മൈക്രോസ്പോറും ഹാപ്ലോയിഡ് ആയിട്ട് ഉള്ള മെഗാസ്പോറും ഉണ്ട് അല്ലെ. ഈ മൈക്രോസ്പോറും മെഗാസ്പോറും എവിടെയാണ് കണ്ടുവരുന്നത്, മൈക്രോസ്പോറും മെഗാസ്പോറും കണ്ടുവരുന്നത് സ്പൊറാഞ്ചിയത്തിലാണ്. സ്പൊറാഞ്ചിയം ഉള്ളത് ഒരു ലീഫിലാണ്. അതിനാണ് നമ്മൾ സ്പോറോഫിൽ ലീഫ് എന്ന് പറയുന്നത്. ഈ സ്പോറോഫിൽ ലീഫ് സ്പൈറലി അറേഞ്ച് ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്, കോൺ അല്ലെങ്കിൽ സ്ട്രോബില എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ടാവുന്നത്. നമ്മളിപ്പോ സ്ട്രോബിലൈനെ കുറിച്ച് പറഞ്ഞു അല്ലേ. സ്ട്രോബിലൈ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള സ്പോറോഫിൽ ലീഫുകൾ ക്ലസ്റ്റർ ആയിട്ട് ഫോം ചെയ്യുക. അതിനാണ് എന്തെന്ന് പറയുന്നത് സ്ട്രോബിലൈ എന്ന് പറയുക അല്ലെ. സ്പൈറൽ അറേഞ്ച്മെന്റ് ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. ആ സ്ട്രോബിലൈ മെഗാസ്പൊറാഞ്ചിയം ആയിട്ടാണ് പേര് ചെയ്യുന്നത്. അതായത് ആ സ്ട്രോബിലൈയില് മെഗാസ്പൊറാഞ്ചിയോ മൈക്രോസ്പൊറാഞ്ചിയോ തമ്മിലുള്ള വ്യത്യാസം പറയുന്നത്. മൈക്രോസ്പൊറാഞ്ചിയം ആണ് ആ ഒരു സ്ട്രോബിലൈയിൽ ഉള്ളതെന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ എന്തെന്ന് പറയുക, മെയിൽ കോൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മൈക്രോസ്പൊറാഞ്ചിയേറ്റ് എന്ന് പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞിരിക്കുന്ന സ്ട്രോബിലയില് മെഗാസ്പൊറാഞ്ചിയ ആണുള്ളത് എന്നുണ്ടെങ്കിൽ അതിനാണ് എന്തെന്ന് പറയാ, ഫീമെയിൽ കോൺ അല്ലെങ്കിൽ മെഗാസ്പൊറാഞ്ചിയേറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ മൈക്രോസ്പൊറാഞ്ചിയ ആണ് സ്ട്രോബിലയിൽ ഉള്ളത് എന്നുണ്ടെങ്കിൽ അത് മെയിൽ കോൺ ആയിരിക്കും. മെഗാസ്പൊറാഞ്ചിയ ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതെന്താണ്, ഫീമെയിൽ കോൺ ആയിരിക്കും. നെക്സ്റ്റ് പ്ലാന്റ് ചിലപ്പോൾ, അതായത് ജിംനോസ്പെർമിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതെന്തായിരിക്കാം, മൊണീഷ്യസ് ആകാം അല്ലെങ്കിൽ ഡൈഷ്യസ് ആകാം. മൊണീഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ പ്ലാന്റിൽ എന്തായിരിക്കും, മെയിലും ഫീമെയിലും ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് ഈ ഒരു പ്ലാന്റ് കൺസിഡർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക, അതിൽ എന്തുണ്ടായിരിക്കും, ഒരു മെയിൽ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ അവിടെ തന്നെ ഒരു ഫീമെയിൽ സ്ട്രക്ചർ. ഒരൊറ്റ സിംഗിൾ പ്ലാന്റിലെ മെയിലും ഫീമെയിലുള്ള കണ്ടീഷനാണ് എന്തെന്ന് പറയുന്നത് മൊണീഷ്യസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മൊണീഷ്യസിലെ മോണോ എന്ന് പറയുന്നത് സിംഗിൾ, അപ്പോൾ ഒരൊറ്റ പ്ലാന്റിലായിരിക്കും ഈ രണ്ട് സ്ട്രക്ചറും ഉണ്ടാവും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഡൈഷ്യസ് ആകാം അല്ലെ. ചില കേസിൽ ഡൈഷ്യസ് ആയിട്ടുള്ള ജിംനോസ്പെർം കാണാം. അപ്പൊ മൊണീഷ്യസിന്റെ എക്സാമ്പിൾ ആണ് എന്ത്, പൈനസ്. പൈനസ് എന്ന് പറയുന്നത് തന്നെയാണ് മൈക്രോറൈസിക്കും ഒരു എക്സാമ്പിൾ. നെക്സ്റ്റ് ഡൈഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈ എന്ന് പറഞ്ഞാൽ ടു. ഓക്കെ, അപ്പോൾ രണ്ട് പ്ലാന്റിലും ഡിഫറെന്റ് ആയിരിക്കും. അതായത് ഒരു പ്ലാന്റില് മെയിൽ കോൺ ആണെന്നുണ്ടെങ്കിൽ അടുത്തതിൽ എന്തായിരിക്കും, ഫീമെയിൽ സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടാവാം. അതിനൊരു എക്സാമ്പിൾ ആണ് സൈക്കസ്. സൈക്കസ് തന്നെയാണ് എന്തിന് എക്സാമ്പിൾ, കൊറലോയിഡ് റൂട്ടിന് എക്സാമ്പിൾ. ഇനി അടുത്തത് നമ്മൾ മെഗാസ്പോറോഫിൽ, അപ്പോൾ ഒരു ഫീമെയിൽ സ്ട്രക്ചർ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് കഴിഞ്ഞാൽ ഇവർക്ക് എന്തുണ്ടാവും, ഒരു മെഗാസ്പോറോഫിൽ ഉണ്ടായിരിക്കും. ഈ ഒരു മെഗാസ്പോറോഫിലിന്റെ ഉള്ളിൽ എന്തുണ്ടായിരിക്കും, ഒബ്യൂൾ ഉണ്ടാവും. ഈ ഒരു ഒബ്യൂളാണ് എന്തുണ്ടാവുന്നത്, പിന്നീട് ഒരു സീഡായി മാറുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഒബ്യൂൾ അഥവാ എഗ്ഗിൽ കുറച്ച് ടിഷ്യൂസ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ഉണ്ടായിരിക്കും. ആ സെല്ല് അഥവാ അതിലുള്ള ഒരു ടിഷ്യൂസിനെ നമ്മൾ പറയുന്ന പേരാണ് ന്യൂസിലസ്. ഈ ന്യൂസിലസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് എന്ത്, മെഗാസ്പോർ മദർ സെൽ. ന്യൂസിലസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മെഗാസ്പോർ മദർ സെൽ. ഈ മെഗാസ്പോർ മദർ സെല്ലിന് പിന്നീട് മിയോസിസ് സംഭവിക്കുകയും ഈ മിയോസിസ് കാരണം എന്തുണ്ടാകും, ടെട്രാഡ് ഫോം ചെയ്യും. ഓക്കെ, ടെട്രാഡ് എന്ന് പറഞ്ഞാൽ
പിന്നീട് ആർക്കിഗോണിയ അഥവാ ഫീമെയിൽ സെക്കൻഡറി സെക്സ് ഓർഗൻ ആയിട്ട് മാറാണ്. ഫീമെയിൽ സെക്സ് ഓർഗൻ ആയിട്ടാണ് ആര് മാറുന്നത്? ആർക്കിഗോണിയ. അപ്പോൾ ഇത്രയാണ് ജിംനോസ്പെർമിനെ കുറിച്ച് പറയുന്നത്.